നമുക്കിന്ന് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പി നോക്കാം. ഇത് നമുക്ക് ചോറിലേക്കും അതുപോലെ ചപ്പാത്തി, പൊറോട്ട, വെള്ളപ്പം അങ്ങനെ ഏതിലേക്കും സൈഡാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെയാണ്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ ഞാനൊരു പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം വെളിച്ചെണ്ണ വേണ്ട, അങ്ങനെ നമ്മുടെ ഈ ഒരു കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ വെളിച്ചെണ്ണ അങ്ങ് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് മതിയിട്ട് നമുക്ക് കുറഞ്ഞ അളവിലൊക്കെ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂണോളൊക്കെ ഉലുവ എടുത്താൽ മതി. ഇനി ആ ഉലുവ ഒന്ന് പൊട്ടിയാവുന്ന റോസ്റ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ വരട്ടെ. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതിയേ. അതൊന്നങ്ങ് റോസ്റ്റായിട്ട് വന്നാൽ പിന്നെ അതിലേക്ക് നമുക്കൊരു 3 തണ്ടോളം കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അത്യാവശ്യം കറിവേപ്പിൻ്റെ ഇല വേണം. ഒരു 3 തണ്ടോളമൊക്കെ എടുക്കുക കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ഒരു 4 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ഞാൻ ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള കേട്ടോ. നൈസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 എണ്ണം മതിയാവും കേട്ടോ. അതിപ്പോൾ മീഡിയം സൈസിലുള്ളതായതുകൊണ്ട് ഞാൻ 4 ഉള്ളിയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഉള്ളി ഒന്ന് വയന്ന് വരാനുള്ള ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് വയന്ന് വന്നോളും. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കമ്മിയായി തോന്നുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനി ഈ ഉള്ളി നന്നായിട്ട് വയന്ന് വരണം കേട്ടോ. അതുവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഒന്നിങ്ങനെ വയന്ന് വന്നാൽ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടും കൂടി ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കറി എൻ്റെ അമ്മായി ഉണ്ടാക്കിയിരുന്ന ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് കുറച്ച് ടൈം ഒന്ന് അടിച്ച് വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റോളം ഒന്ന് അടിച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒന്ന് അടിച്ച് വെച്ചാകുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് വയന്ന് വന്നോളും. ഫ്ലെയിം സിമ്മിൻ്റെയും മീഡിയത്തിൻ്റെ ഇടയിൽ വെച്ചാൽ മതി കേട്ടോ. ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിമിനനുസരിച്ച് ചിലപ്പം അടിക്കൊക്കെ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റോളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ട് കുഴഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഇതിങ്ങനെ വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടെ ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ്. ചെറിയ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എടുക്കുക കേട്ടോ. അധികം പുളി വേണ്ട. അത്യാവശ്യം വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ 1 മാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു തക്കാളി, അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി ആട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ടൈം ഇതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് അടിച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ആ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്നത് വരെ ഒന്നും കൂടെ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടിച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്നും കൂടി ഒന്നങ്ങ് വെക്കാം കേട്ടോ. ഫ്ലെയിം മീഡിയത്തിന് സിമ്മിൻ്റെ ഇടയിൽ വെച്ചാൽ മതിയേ. ഇപ്പോൾ അതാ ഒരു 5 മിനിറ്റോളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് ഉടഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ നിറച്ചിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കുറഞ്ഞ അളവിൽ എരിവ് ഉണ്ടാവും. നമ്മളിതിലേക്ക് വേറൊന്നും എരിവിന് ആവശ്യമായിട്ടുള്ള ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് 1 ടീസ്പൂണാണ് നിറച്ചിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ടൈം ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു പൊടിയുടെ ആ പച്ച സ്മെല്ലും ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്ന വരെ കുറച്ച് ടൈം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പോളം വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഒരു 1/2 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 4 മുട്ടയാണ് കേട്ടോ. നമ്മൾ എത്രത്തോളം എടുക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ഉള്ളിയുടെ അളവും കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 4 മുട്ടയിലേക്കുള്ള അളവാട്ടോ ഇതിലേക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ആ എണ്ണൊക്കെ ഒന്ന് തള്ളി വരുന്ന രൂപത്തിൽ ആയിട്ടാണ് നമുക്കിതൊന്ന് കിട്ടേണ്ടത്. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിന് സിമ്മിൻ്റെ ഇടയിൽ വെച്ചാൽ മതിയേ. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റോളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കറിയൊക്കെ ഇതാ കണ്ടില്ല, മുകളിൽ ഇങ്ങനെ എണ്ണ തള്ളി വന്ന് ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആക്കിയിട്ടാണ് നമുക്ക് ഈ ഒരു കറി വേണ്ടത് കേട്ടോ.
അതുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം വെളിച്ചെണ്ണ ഇതിൽ ഒഴിക്കണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഏതിലേക്ക് ഇത് സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതി. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.